ആയുർവേദ മരുന്നുമായി വരാമെന്ന് പറഞ്ഞ് യുവാവ് കബളിപ്പിച്ചതായി പരാതി. ഷാജാൻ സാറേ, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഒരു നാട്ടുവൈദ്യനാണ്. അദ്ദേഹം ആൾക്കാരുടെ നാടി ഞരമ്പ് പിടിച്ച് നോക്കിയിട്ട് വേരിക്കോസ്, സൊറിയാസസ്, മുട്ടുവേദന, മുട്ടുതേയ്മാനം, കാലിലെ നീര്, ഇതിനൊക്കെയുള്ള മരുന്ന് കൊടുക്കുന്നുള്ള ട്രീറ്റ്മെന്റാണ്. അപ്പം അദ്ദേഹത്തിന് നിന്ന് പലരും മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരാഴ്ച കഴിക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്, കാര്യം വേദനയും നീരും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയും 3 മാസത്തെ മരുന്ന് ഇതിനെ കഴിക്കേണ്ടിയുണ്ടെന്ന്. അങ്ങനെ 1 മാസത്തോളം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ചിലം ഇപ്പോഴത്തേക്ക് 3 മാസത്തെ പൈസ ഒന്നിച്ചങ്ങ് മേടിക്കാറാണ് ആർപ്പാട്. കല്ലന്താഴം ST മനസ്സിലിൽ ഷംസുദ്ദീനാണ് പരാതിക്കാരൻ. ഇവർക്ക് മാസങ്ങളായി ആയുർവേദ മരുന്ന് നൽകി വന്നിരുന്ന യുവാവിനെയാണ് കാണാതായത്. എന്താ സംഭവിച്ചേ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വൈദ്യർ ഇവിടെ വന്നിട്ട് നാടി വീഴ്ചയുള്ള ചികിത്സയായിരുന്നു പറഞ്ഞു. എനിക്കും എൻ്റെ വൈഫിനെയും ഇങ്ങനെ കാണിച്ചു. നമുക്ക് ഒരുപാട് ഭേദമായിട്ട് തോന്നി. അങ്ങനെ 2ാമതും 3ാമതും ഒക്കെ കുറച്ച് പൈസ കൂടി കൂട്ടി 10,000, 4,000, 10,000 ഒക്കെ മേടിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ അസുഖം കുറയട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇത് കണ്ടിട്ട് പലരെയും കയ്യിൽ നിന്ന് കാശ് 50,000 ഒക്കെ മേടിച്ചവരുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ പൊളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നു. നമുക്ക് ഒരുപാട് ഭേദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫോൺ എടുക്കാത്തതുകൊണ്ടപ്പോ നമുക്ക് വിചാരിക്കും ഇതൊരു ചീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. എന്താ കാര്യമൊന്നും അറിയില്ല. അറിഞ്ഞ് അന്വേഷിച്ച് കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് നമുക്ക്. കാര്യം നമ്മളെ പോലുള്ളവരെയൊക്കെ ഇവിടെ വന്ന് പറ്റിച്ചിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഒരു ആയുർവേദ ആയതിനെ കൊണ്ടാണ് നമ്മൾ ഇതിന് ഒരു പച്ചക്കൊടി കൊടുത്തത്. സംഭവം ഇപ്പൊ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, ഒന്നുമില്ല. രാജൻ വൈദ്യരെന്നാണ് അറിയുന്ന വെച്ചാൽ താടിയൊക്കെ വളർത്തി ഫോട്ടോ ഒക്കെ നമ്മളെങ്ങനെയാ സംഘടിപ്പിച്ചതാ. നമുക്ക് പോലും അവന്റെ അന്നേരം ഫോട്ടോ എടുക്കും. അവൻ കർണാടകക്കാരനാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കേരളപുരത്താണ് താമസം എന്ന് പറഞ്ഞു. ഇപ്പം കേരളപുരത്ത് അങ്ങനെ ഒരു സാറ് പോയി അന്വേഷിച്ചപ്പോ അവിടെ അങ്ങനെ ഒരു ഭാഷ. ഇപ്പം 3 മാസം മരുന്ന് പൈസ വാങ്ങിയിട്ട് 1 മാസത്തോളം മരുന്ന് തന്നിട്ട് അവനെ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്. പലരും കഴിഞ്ഞ് തന്നെ പൈസ ധരിച്ചുകൊണ്ട് മുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ല, സ്വിച്ച് ഓഫ്. കേരളപുരത്താ താമസം എന്നാ പറയുന്നതേ. അപ്പൊ അവിടെ തിരക്കി ചെന്നപ്പോ അവിടെ എങ്ങും ആളില്ല, സ്ഥലത്തില്ല. അവൻ വേറെ എവിടെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ഇവൻ തിരുവനന്തപുരം കരുനാപ്പള്ളി മൊത്തം ഏരിയയിൽ നടന്ന് ഒരു ദിവസം ഇങ്ങനെ പോയി അവിടുന്ന് എല്ലാ ആൾക്കാർക്ക് പൈസ മേടിച്ചിട്ടുണ്ട് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ഇത് 1 മാസത്തെ പൈസ കഴിക്കുമ്പോഴുള്ള മരുന്ന് കൊടുക്കും, 3 മാസം പൈസ മേടിക്കും. അങ്ങനെയാണ് അവന്റെ രീതി. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവനെ ഒന്ന് കണ്ടുകിട്ടാനുള്ള വഴിയുണ്ടോ? ഇവന്റെ ഫോട്ടോ വെച്ച് പിടിക്കാനുള്ള വഴി എങ്ങനെയാണെന്ന് പരസ്യം കൊടുക്കാൻ പറ്റും ഇവനെ? ഓക്കെ, ഇവനെ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. കാര്യം ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. ഹൈദരാബാദുകാരനാ. ഒരു 10-40 വയസ്സിന് 35. ആയുർവേദ മരുന്നിനായി യുവാവ് ധാരാളം പേരിൽ നിന്നും പണം കൈപ്പറ്റി കടന്നു കളഞ്ഞതായാണ് പരാതി. മുണ്ട് താത്തേ കൊടുക്കത്തുള്ളത്, മടക്കി കൊടുക്കത്തില്ല. ആ ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്.